ആദ്യത്തെ 6 മാച്ച് ജയിച്ചിട്ട് പോയിന്റ് ടേബിളിൽ ടോപ്പിലെത്തിയ ടീം പിന്നീട് അങ്ങോട്ട് കളിച്ച 6 മാച്ചിൽ തോക്കുക. ഒരു വല്ലാത്തൊരു സ്റ്റേജ് തന്നെയല്ലേ. അതിന്റെ ഇടയിൽ ഒരു മഴ മാച്ച് വന്നതുകൊണ്ട് അത് ഡ്രോ ആവുകയും ചെയ്തു. അതിലൊരു പോയിന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ടീമിന് ടോട്ടൽ കിട്ടിയിരിക്കുന്നത് 13 പോയിന്റ്. ആൻഡ് ഇന്നത്തെ മാച്ച് എന്തായാലും ജയിച്ചേ പറ്റുള്ളൂ. ജയിച്ചാൽ മാത്രമേ പ്ലേ ഓഫിലേക്കുള്ള ഒരു ഡോർ ഓപ്പൺ ആവുള്ളൂ. അത് മാത്രമല്ല, വെറുതെ ജയിച്ചാൽ പോരാ, നല്ല രീതിയിലുള്ള നെറ്റ് റൺ റേറ്റിൽ തന്നെ ജയിക്കുകയും വേണം. അങ്ങനെയുള്ള ഒരു പ്രഷർ സിറ്റുവേഷനിലുള്ള ഒരു മാച്ച് ആയിരുന്നു ശരിക്കും ഇന്നുണ്ടായിരുന്നത് PBKS വേഴ്സസ് LSG. പ്രത്യേകിച്ച് LSGക്ക് ഒന്നും നോക്കാനില്ല, കാരണം ഓൾറെഡി എലിമിനേറ്റഡ് ആയ ടീമാണ്. അപ്പം ഇനിയുള്ള പ്ലേ ഓഫിലോട്ട് കയറാൻ പോകുന്ന ടീമുകളുടെ വഴി മുടക്കാന്നുള്ളൊരു ഏകദേശം ദൗത്യവുമായിട്ടായിരുന്നു ശരിക്കും LSG ഓരോ മാച്ചസിലും വന്നുകൊണ്ടിരുന്നത്. നമ്മളത് ഓരോ മാച്ചസിൽ കണ്ടതുമാണ്. പ്രത്യേകിച്ച് CSKന്റെ കൂടെയുള്ള മാച്ചൊക്കെ നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് ആ ഒരു വിന്നിംഗ് മൊമെന്റത്തിലോട്ട് കയറാത്ത PBKSന് കണ്ടിന്യൂസ് ആയിട്ടുള്ള 6 മാച്ച് ലോസ് ഇന്നത്തെ മാച്ച് ജയിക്കാന്ന് പറയുന്നത് ശരിക്കും ഒരു അഗ്നിപരീക്ഷ തന്നെയായിരുന്നു. പക്ഷേ ആ ഒരു അഗ്നിപരീക്ഷയിൽ ക്യാപ്റ്റൻ തന്നെ മുന്നിട്ടിറങ്ങിയിട്ട് കളി അവസാനം ജയിപ്പിക്കുകയായിരുന്നു ശരിക്കും. ഫസ്റ്റ് ബാറ്റ് ചെയ്ത LSG 196 റൺസ് എടുത്ത് 6 വിക്കറ്റ് നഷ്ടത്തിൽ. അതേ നാണയത്തിൽ തന്നെ തിരിച്ചു കൊടുത്ത എങ്ങനെയാണെന്ന് വെച്ചാൽ 200 റൺസ് എടുത്തു. അതും 12 ബോൾ ബാക്കി നിൽക്കെ 7 വിക്കറ്റിന്റെ ബിഗ് വിൻ. അതാണ് ശരിക്കും ഇന്ന് വേണ്ടിയിരുന്നത്. അത് തന്നെയാണ് ഇന്ന് ക്യാപ്റ്റൻ നേടിക്കൊടുത്തത്. അതും മുന്നിട്ടിറങ്ങി തന്നെ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ 51 ബോളിൽ 101 റൺസ്, തന്റെ IPL ആദ്യത്തെ സെഞ്ചുറി എന്ന് വേണം പറയാൻ. ഞാനിങ്ങനെ അവിടെ ഇങ്ങനെ മെയിഡൻ സെഞ്ചുറിയാണ്, ആദ്യത്തെ സെഞ്ചുറിയാണെന്നൊക്കെ പറയുമ്പോഴേ ഞാൻ വിചാരിച്ചു ഓക്കെ, ഈ സീസണിൽ ചിലപ്പോൾ ആദ്യത്തെ ആയിരിക്കും. അങ്ങനെയല്ല കേട്ടോ, ടോട്ടൽ IPL കരിയറിൽ തന്നെ ഫസ്റ്റ് സെഞ്ചുറി എന്നാണ് ഞാൻ പിന്നീട് സെർച്ച് ചെയ്തൊക്കെയോ മനസ്സിലായത്. സോ സെഞ്ചുറി അടിച്ചിട്ടില്ല ഇതുവരെ. പക്ഷെ ആളുടെ ആ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും കുറെ സെഞ്ചുറീസ് ഒക്കെ അടിച്ച ഒരാളാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം ഡൽഹിനെ ഫൈനലിൽ എത്തിച്ച ക്യാപ്റ്റനാണ്. അതുകൂടാണ്ട് കൊൽക്കത്തേനെ കപ്പ് അടിപ്പിച്ച ക്യാപ്റ്റനാണ്. ലാസ്റ്റ് സീസണിലാണെങ്കിൽ പഞ്ചാബ് ഫൈനലിൽ കളിച്ചാണ്. ആൻഡ് ഈ സീസണിലാണെങ്കിലും ടോപ്പിൽ നിന്നുകൊണ്ട് ഇപ്പൊ ഒരു ലാസ്റ്റ് മാച്ചസ് മാത്രമാണ് തോറ്റിട്ട് കുറച്ചൊന്ന് പുറകോട്ട് പോയത്. പക്ഷേ അഗെയിൻ ഇന്നത്തെ മാച്ചുകളോട് കംബാക്ക് നടത്തിയിരിക്കുകയാണ്. അങ്ങനെയൊക്കെ ഉള്ള ഒരാള് ഫസ്റ്റ് സെഞ്ചുറി എന്നുള്ളപ്പോൾ ഞാനൊന്ന് ഷോക്ക് ആയിട്ടോ. പക്ഷെ എന്തായാലും അതാണ് സത്യം എന്നുള്ളതാണ് ഞാൻ നോക്കിയപ്പോൾ മനസ്സിലായത്. ടഫ് ആയിരിക്കും, ജയിക്കാൻ പറ്റില്ല എന്ന് തോന്നിയ ഒരു മാച്ച് ഈസി ആയിട്ട് തന്നെ ക്യാപ്റ്റൻ മുന്നിട്ടിറങ്ങിയ സമയത്ത് കൂളായിട്ട് ജയിച്ചു എന്ന് വേണം പറയാൻ. LSGക്ക് വേണ്ടിയിട്ട് 196 റൺസിൽ ഏറ്റവും നല്ല കോൺട്രിബ്യൂഷൻ കൊടുത്തത് ജോഷ് ഇംഗ്ലീസ് ആണ്. അതുപോലെ തന്നെ ആയുഷ് ബദോണിയുടെ ആ ഒരു ക്യാമിയോയിൽ വന്നിട്ടുള്ള കിടിലൻ വെടിക്കെട്ട്. ഇന്നത്തെ മാച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു ബിഗ് വിൻ തന്നെ ആയതുകൊണ്ട് തന്നെ ഡോർ ഓപ്പൺ ആയിരിക്കുകയാണ്. 15 പോയിന്റ് ആയിട്ടുണ്ട്. ഇനി നാളത്തെ മാച്ചിന്റെ ഫലം അനുസരിച്ചിരിക്കും പഞ്ചാബ് പ്ലേ ഓഫിൽ കയറോ ഇല്ലയോ എന്നൊക്കെ കാണാൻ പോകുന്നത്. കാരണം RR-MI മാച്ചിന്റെ റിസൾട്ട് പോലെ ഇരിക്കും. കാരണം നാളെ MI ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് പഞ്ചാബിന് കയറാനുള്ള ഒരു ഓപ്പണിംഗ് കിട്ടുകയാണ്. അത് മാത്രമല്ല, നാളെ നടക്കാൻ പോകുന്ന രണ്ടാമത്തെ മാച്ചിൽ KKR വേഴ്സസ് DC മാച്ചിന്റെ അകത്ത് KKR ആയിട്ട് ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഒരു കണക്കുകളുടെ കളി വരും. അതല്ല, DC ആണ് നാളെ ജയിക്കുന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് പഞ്ചാബിന് കയറി പോകാൻ പറ്റും പ്ലേ ഓഫിലോട്ട്. ആദ്യത്തെ മാച്ചിൽ RR ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ആരും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും ഔട്ടായിട്ട് നേരെ RR ഈസി ആയിട്ട് പ്ലേ ഓഫിലോട്ട് കയറും എന്നുള്ളതാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു കണക്ക് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മാച്ചിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ടോസ് കിട്ടിയ പഞ്ചാബ് ശരിക്ക് ബാറ്റ് എടുക്കാണ്ട് ഡയറക്റ്റ് ബോളിംഗ് ആണ് ചൂസ് ചെയ്തത്. ആൻഡ് അത് എന്തോ ഒരു കോൺഫിഡന്റ് ഉണ്ട് ജയിക്കാൻ പറ്റുന്നുള്ളത്. അത് ശ്രേയസ് അയ്യറിന്റെ ആ ഒരു കോൺഫിഡൻസ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ് സംസാരിക്കുന്ന സമയത്ത്. അതിന്റെ ഒരു റിസൾട്ട് ഫസ്റ്റത്തെ പവർ പ്ലേയിൽ തന്നെ കാണാനും പറ്റി. കാരണം ഇന്ന് ജോഷ് ഇംഗ്ലീഷിന്റെ കൂടെ മിച്ചൽ മാർഷ് എന്ന വെടിക്കെട്ടുകാരൻ ഉണ്ടായിരുന്നില്ല. ഇന്ന് കുൽക്കർണിയായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് വിക്കറ്റ് അധികം സമയം വൈകാണ്ട് തന്നെ കിട്ടുകയും ചെയ്തു. ടീമിന്റെ ടോട്ടൽ 20 റൺസ് ആകുമ്പോഴേക്കും തന്നെ 2 വിക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. നിക്കോളാസ് പൂരനും കുൽക്കർണിയും ഔട്ടായി. അത് കഴിഞ്ഞ് പന്തും അതുപോലെ ജോഷ് ഇംഗ്ലീഷും കൂടിയാണ് കുറച്ചു നേരം നല്ലൊരു പാർട്ട്ണർഷിപ്പ് അവിടെ ബിൽഡ് ചെയ്തത്. 20 റൺസിന് 2 വിക്കറ്റ് പോയ സ്റ്റേജിൽ നിന്ന് പിന്നീട് അങ്ങോട്ട് കുറച്ചെങ്കിലും ആ ഒരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്തത് നമ്മുടെ ജോഷ് ഇംഗ്ലീഷും അതുപോലെ ആയുഷ് ബദോണിയും കൂടി ചേർന്നാണ്. 69 റൺസ് ആയപ്പോഴാണ് മൂന്നാമത്തെ വിക്കറ്റ് പോകുന്നത്. അപ്പോഴേക്കും പവർ പ്ലേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. 6.4 ഓവറേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. നല്ല വെടിക്കെട്ട് അടിയായിരുന്നു ശരിക്കും ആയുഷ് ബദോണി അടിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ പവർ പ്ലേയിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സ്കോർ LSGക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയത്. 18 ബോളിൽ 43 റൺസാണ് ആയുഷ് ബദോണി എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ 5 4ഉം 3 6ഉം ഉണ്ടായിരുന്നു. 238 ആളുടെ സ്ട്രൈക്ക് റേറ്റ്. ആയുഷ് ബദോണി ഔട്ടായതിനു ശേഷം ഋഷഭ് പന്ത് വന്നു. ഋഷഭ് പന്തും നമ്മുടെ ജോഷ് ഇംഗ്ലീഷും കൂടി അത്യാവശ്യം നല്ലൊരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കിയായിരുന്നു. 69 എന്ന ടീമിന്റെ ടോട്ടൽ 134 ആകുമ്പോഴാണ് നാലാമത്തെ വിക്കറ്റ് പോകുന്നത്. ഋഷഭ് പന്ത് 22 ബോളിൽ 26 റൺസാണ് എടുത്തത്. 3 4 ആയിരുന്നു ആൾ അടിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് വന്ന അബ്ദുൾ സമദും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളിച്ചു. അതായത് ഇന്നത്തെ പാർട്ട്ണർഷിപ്പ് LSGയുടെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 30 40 50 ആ റേഞ്ചിലുള്ള ഒരു പാർട്ട്ണർഷിപ്പെ അവർക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഒരു ലോങ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റാത്ത തന്നെയായിരുന്നു ഇന്നത്തെ LSGയുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അതിൽ ലാസ്റ്റിലോട്ട് വന്നിട്ട് അബ്ദുൾ സമദും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു. 20 ബോളിൽ 37 റൺസാണ് എടുത്തത്. 3 4ഉം 3 6 അടിച്ചിട്ടുണ്ടായിരുന്ന ആള്. ജോഷ് ഇംഗ്ലീഷ് 44 ബോളിൽ 72 റൺസ് എടുത്തിട്ടാണ് ആൾ ഔട്ട് ആയത്. 9 4ഉം 2 6 ആണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 6 വിക്കറ്റ് പോയിട്ട് 20 ഓവർ കഴിയുന്ന സമയത്ത് നമ്മുടെ അർജുൻ ടെണ്ടുൽക്കറും അതുപോലെ തന്നെ അബ്ദുൾ സമദാണ് ക്രീസിലുണ്ടായിരുന്നത്. അബ്ദുൾ സമദ് നോട്ട് ഔട്ട് ആയിരുന്നു ആ ഒരു വെടിക്കെട്ടോട് കൂടി കളിച്ചിട്ട്. പഞ്ചാബിന്റെ ബൗളേഴ്സിൽ മോസ്റ്റ് എക്സ്പെൻസീവ് ബോളർ ഇന്ന് ഹർഷദീപ് സിംഗ് ആയിരുന്നു. 3 ഓവർ ബോൾ ചെയ്യുമ്പോൾ തന്നെ 52 റൺസാണ് ആൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് ഏകദേശം 17 മേലെയായിരുന്നു എക്കണോമി. 3 ഓവർ ബോൾ ചെയ്തപ്പോൾ 4 ഓവറിലൊക്കെ പിന്നെയും കൊടുക്കാറുണ്ട്. പക്ഷെ 3 ഓവറിൽ തന്നെ 18 ബോളിൽ 52 റൺസ്
കൊടുത്തിട്ടുണ്ടായിരുന്ന ആള്. ബാക്കിയുള്ള ബോളേഴ്സ് ഒക്കെ 10 താഴെയായിരുന്നു എക്കണോമി. ശരിക്കും ഇന്ന് പഞ്ചാബിന് വേണ്ടിയിട്ട് ഏറ്റവും നന്നായിട്ട് ബോൾ എറിഞ്ഞത് യശ്വന്ദ്ര ചാഹൽ തന്നെയായിരുന്നു. 4 ഓവർ ബോൾ ചെയ്ത സമയത്ത് 25 റൺ, വെറും 25 റൺസ് കൊടുത്തിട്ട് 2 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ചഹലിന് ഒരു ബെസ്റ്റ് പാർട്ണറായിട്ട് തന്നെ മാർക്കോ യാനിസൺ ഉണ്ടായിരുന്നു. 4 ഓവറിൽ 33 റൺസ് കൊടുത്തിട്ട് 2 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. 3 ഓവറിൽ 29 റൺസ് കൊടുത്തിട്ട് 2 പേര്, അതായത് ശശാങ്ക് സിംഗും അതുപോലെ തന്നെ ഒമർ സായിയും ഓരോ വിക്കറ്റുകൾ വീതം എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ വൈശാഖ് വിജയകുമാർ 3 ഓവർ ബോൾ ചെയ്ത സമയത്ത് 26 റൺസ് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, പക്ഷേ വിക്കറ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു. ശരിക്കും ചേസിങ്ങിന് ഇറങ്ങിയ പഞ്ചാബിന് അത്ര നല്ല തുടക്കമായിരുന്നില്ല. കാരണം ഫസ്റ്റ് ബോളിൽ തന്നെ നമ്മുടെ പ്രിയാൻ ഷാരിയ, അതായത് പഞ്ചാബിന്റെ ഏറ്റവും വിശ്വസ്തർ അല്ലെങ്കിൽ അത്രയും കോൺഫിഡന്റ് ഉള്ള ഓപ്പണേഴ്സ് ആണ് പ്രഭ്സിമ്രാനും അതുപോലെ പ്രിയാൻ ഷാരിയും. പക്ഷേ പ്രിയാൻ ഷാരിയ ഫസ്റ്റ് ബോളിൽ തന്നെ ഡക്ക് അടിച്ചാണ് ഇന്ന് പോയത്. മുഹമ്മദ് ഷമിയുടെ ബോളിലാണ് ആൾ ഔട്ട് ആയത്. അത് കഴിഞ്ഞ് ടീമിന്റെ ടോട്ടൽ 22 ആകുമ്പോഴേക്കും തന്നെ രണ്ടാമത്തെ വിക്കറ്റും പോയി. അതും മുഹമ്മദ് ഷമി തന്നെയാണ് ഇന്ന് വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്, നമ്മുടെ സൂപ്പർ കൂപ്പർ കോൺലി. കാരണം കൂപ്പർ കോൺലിയിൽ എപ്പോഴും ഒരു വിശ്വാസമാണ്. കൂപ്പർ കോൺലി നല്ല രീതിയിൽ കളിക്കുന്ന ഒരു ബാറ്റ്സ്മാൻ ആണ്, കൺസിസ്റ്റന്റ് ആയിട്ട് അത്യാവശ്യം ഫോം ആവുന്ന ഒരു പ്ലെയർ ആണ്. പക്ഷേ ഇന്നും ആൾക്ക് വലിയൊരു ഇന്നിംഗ്സിലോട്ട് പോകാൻ വേണ്ടി പറ്റിയില്ല. 10 ബോളിൽ 18 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, 4 4 അടിച്ചിട്ടുണ്ടായിരുന്നു. 2.2 ഓവറിൽ 22-ന് 2 വിക്കറ്റ് പോയ ഒരു സ്റ്റേജ് നിന്ന് 15 ഓവർ ആയിട്ട് 162 റൺസ് എത്തുന്ന സമയത്താണ് മൂന്നാമത്തെ വിക്കറ്റ് പോകുന്നത് നമ്മുടെ പ്രഭ്സിമ്രാന്റെ. 22 റൺസ് 162 റൺസ് വരെ ഒരു ഗംഭീര പാർട്ട്ണർഷിപ്പ്, 140 റൺസിന്റെ ഒരു പൊളി പാർട്ട്ണർഷിപ്പ് അവിടെ ബിൽഡ് ചെയ്തുകൊണ്ടും അത് സക്സസ്ഫുള്ളി പോയത് കൊണ്ടും കൂടിയാണ് ശരിക്കും ഇന്ന് പഞ്ചാബിന് ജയിക്കാൻ വേണ്ടി പറ്റിയത്. അതിലെ ഇടയിൽ ഒരു കിഡിലൻ ചാൻസ്, അടിപൊളി ചാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രഭ്സിമ്രാൻ 20 റൺസിൽ നിൽക്കുന്ന സമയത്ത്. കാരണം ഇന്ന് പ്രഭ്സിമ്രാൻ അടിച്ചത് 19 ബോളിൽ 69 റൺസാണ്, 7 4-ഉം 2 6-ഓട് കൂടി 176-ന്റെ സ്ട്രൈക്ക് റേറ്റിൽ. ആ ഒരു ചാൻസ് അർജുൻ ടെണ്ടുൽക്കറിന്റെ ബോളിൽ ഋഷഭ് പന്ത് കയ്യിൽ എടുത്തിരുന്നെങ്കിൽ, കാരണം അത് ഒരു ടഫ് ആണോ ഈസി ആണോ എന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല. കാരണം അവിടെ ചാടിയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈസി ആയിട്ട് കിട്ടിയേനെ എന്നുള്ള രീതിയിലുള്ളൊരു ക്യാച്ച് ആയിരുന്നു. പക്ഷെ അത് ഭയങ്കരമായിട്ടുള്ളൊരു മിസ്സിംഗ് ആയിരുന്നു. ആ ഒരു ഡ്രോപ്പിലാണ് ശരിക്കും ഇന്ന് കളി കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തെന്ന് വേണം പറയാം. കാരണം ഇന്നത്തെ ഗെയിം ചേഞ്ചിങ് മൊമെന്റ് തന്നെ പറയാം. കാരണം എന്ന് വെച്ചാൽ ആ ഒരു വിക്കറ്റ് അവിടെ വന്നിരുന്നെങ്കിൽ, പ്രത്യേകിച്ച് അർജുൻ ടെണ്ടുൽക്കറിന്റെ ഫസ്റ്റ് ഓവറിലാണ്, ആള് ഇന്ന് ആദ്യമായിട്ട് എറിയുന്ന ഓവറിൽ തന്നെ ഫസ്റ്റ് ഒരു വിക്കറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ട് ആ ഒരു ബോളറിനെ ഒന്ന് തൊടാൻ കുറച്ചൊന്ന് പേടിക്കും. അത് മാത്രമല്ല അവിടെ ഒരു പ്രഷറും കൂടി വരും, കാരണം ഓൾറെഡി വിക്കറ്റുകൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് പ്രഭ്സിമ്രാന്റെ സ്കോർ എന്ന് പറയുന്നത് 12 ബോളിൽ വെറും 20 റൺസാണ്. ആ ആളാണ് 69 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതേ 69 റൺസ് മാത്രമല്ല, ശ്രേയസ് അയ്യറിന്റെ കൂടെ കിഡിലൊരു പാർട്ട്ണർഷിപ്പും കൂടി ബിൽഡ് ചെയ്ത് 140 റൺസിന്റെ. ഈ ഒരു സമയത്ത് ആ ഒരു വിക്കറ്റ് കിട്ടിയിരുന്നെങ്കിൽ മൊത്തം കളി മാറിയാണ്. അത് മാത്രമല്ല അർജുൻ ടെണ്ടുൽക്കറിന് ഫസ്റ്റ് ഓവറിൽ തന്നെ വിക്കറ്റും കിട്ടിയേനെ. ആ ഒരു വിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് തന്നെ പിന്നീട് കളി അങ്ങോട്ട് ഫുൾ ആയിട്ട് പഞ്ചാബിന്റെ ഭാഗത്തോട്ട് തന്നെ പോയി. ശരിക്കും ശ്രേയസ് അയ്യർ 94 നിൽക്കുന്ന സമയത്ത് ഇത് കളി ശ്രേയസ് അയ്യർ സെഞ്ചുറി അടിക്കണോ അല്ലെങ്കിൽ കളി ജയിക്കണോ, പെട്ടെന്ന് ജയിച്ചിട്ട് കളി തീർക്കണോ, നെറ്റ് റൺ റേറ്റൊക്കെ നല്ല രീതിയിൽ വരട്ടെ എന്നുള്ള രീതിയിലൊക്കെ തിങ്ക് ചെയ്യുന്നൊരു മൊമെന്റ് ആയിരുന്നു. കാരണം നമുക്ക് കാണുന്ന സമയത്ത് ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു സെഞ്ചുറിയാണ് ശ്രേയസ് അയ്യറിന്. പക്ഷെ അത് അടിച്ച് ഇനി സമയം കളഞ്ഞ് വെറുതെ നെറ്റ് റൺ റേറ്റ് കുറക്കണോ എന്നുള്ളൊരു തിങ്കിങ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ സൂര്യാൻഷ് ഷെഡ്ഗി ആയിരുന്നു ഇപ്പുറത്തെ ഭാഗത്ത് ബാറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ശരിക്കും ആ സമയത്ത് ഞാൻ കണ്ടായിരുന്നു കേട്ടോ, ശ്രേയസ് അയ്യർ ഇങ്ങനെ വന്ന് പറയുന്നൊക്കെ ഉണ്ട്, വേണമെങ്കിൽ അടിച്ച് ജയിപ്പിച്ചോ, കളി അധികം നീട്ടണ്ടെന്നുള്ള രീതിയിൽ. പക്ഷേ ഓൾമോസ്റ്റ് ക്രൗഡും അല്ലെങ്കിൽ അവിടെയുള്ള എല്ലാവരും അങ്ങനെ തന്നെയാണ് ഏകദേശം ഡഗ്ഔട്ട് എന്നൊക്കെ പറയുന്നുണ്ടായത്. പക്ഷേ ഷെഡ്ഗി അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒരു 4 അടിച്ചിട്ട് പിന്നീട് അങ്ങോട്ട് അഗെയിൻ ആളുടെ കയ്യിലോട്ട് തന്നെ ബാറ്റ് സിംഗിൾ എടുത്ത് കൊടുക്കായിരുന്നു. ആൻഡ് അതിന് മുന്നേ ഈ ഒരു കളിയിൽ ലാസ്റ്റിലോട്ട് ഒരു കിടിലൻ മൊമെന്റ് ഉണ്ടായെന്ന് വെച്ചാൽ, ഇന്ന് 2 വിക്കറ്റ് എടുത്ത ആളാണ് മുഹമ്മദ് ഷമി. ആ മുഹമ്മദ് ഷമിന് ഇന്ന് ഒരു ഓവറിൽ ഏകദേശം ഒരു ലാസ്റ്റിലത്തെ ഒരു ഓവറിൽ 3 6 ആയിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു ശ്രേയസ് അയ്യർ. അതൊരു ശരിക്കും മറ്റേ പിന്നത്തേക്ക് വെക്കാണ്ട് ഇന്നത്തെ മാച്ചിൽ തന്നെ അവർ റിവെഞ്ച് തീർത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അവസാനം ശ്രേയസ് അയ്യർ ആ ഒരു 6-ഓട് കൂടി, അതായത് കളി ജയിപ്പിക്കുക മാത്രമല്ല ഒരു 6-ഓട് കൂടി ആളുടെ ആ ഒരു മെയ്ഡ് ഇൻ സെഞ്ചുറി അടിക്കാനും പറ്റി. കിഡിലൻ കളിയായിരുന്നു. 51 ബോളിൽ 101 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, അതും നോട്ട് ഔട്ട്. 11 4-ഉം 5 6 ആയിരുന്നു ആൾ അടിച്ചിട്ടുണ്ടായിരുന്നു. 198 ആളുടെ സ്ട്രൈക്ക് റേറ്റ്. സ്ട്രൈക്ക് റേറ്റിലും ഒട്ടും കുറവുണ്ടായിരുന്നില്ല. ഒരു കിഡിലൻ ചേസ് മാസ്റ്റർ തന്നെയായിരുന്നു ഇന്ന് ശ്രേയസ് അയ്യർ. LSCയുടെ ബോളേഴ്സിൽ ശരിക്കും ഫസ്റ്റ് മുഹമ്മദ് ഷമി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ബോൾ ചെയ്തത്, കാരണം 2 വിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് ലാസ്റ്റ് ആ ഒരു ശ്രേയസ് അയ്യർ അടിച്ചൊരു ഓവർ ഉണ്ടല്ലോ, അവിടെ തന്നെ ഫുൾ ആ ഒരു എക്കണോമിയൊക്കെ തകരുന്നൊരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. 4 ഓവർ ബോൾ ചെയ്ത സമയത്ത് 45 റൺ കൊടുത്തിട്ടാണ് 2 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇന്ന് ബാക്കിയുള്ള ബോളേഴ്സ് ആണെങ്കിലും 10-ന് മേലെയാണ് എല്ലാവരുടെയും എക്കണോമി. ഇവൻ സ്റ്റാർ ബോളർ ആയിട്ടുള്ള നമ്മളെ പ്രിൻസ് യാദവ് അടക്കം 3 ഓവറിൽ 32 റൺസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, വിക്കറ്റ് ഒന്നും എടുക്കാതെ തന്നെ. ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വന്നിട്ടുള്ള ദിഗ്വേഷ് റാട്ടിക്കും ഇന്ന് ഇമ്പാക്ട് ഒന്നും അധികം ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയില്ല. 3 ഓവറിൽ 39 റൺസ് എടുത്തിട്ട് വിക്കറ്റ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ മോസിൻ ഖാൻ ചില മാച്ചസിലേക്ക് അത്യാവശ്യം നല്ലൊരു ഇമ്പാക്ട് കൊടുക്കുന്ന ഒരാളാണ്. പക്ഷെ ഇന്ന് ആൾക്ക് 4 ഓവറിൽ 48 റണ്ണ് കൊണ്ടിട്ടുണ്ടായിരുന്നു, വിക്കറ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും ഒരു 2 റണ്ണും കൂടി കിട്ടിയിരുന്നെങ്കിൽ അർഷദീപിന് ഒരു കൂട്ടായനെ LSCയുടെ ഭാഗത്തുനിന്ന്. 2 വിക്കറ്റ് എടുത്ത മുഹമ്മദ് ഷമീനെ വെച്ച് നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു ബോളർ തന്നെയായിരുന്നു ഇന്ന് അർജുൻ ടെണ്ടുൽക്കറും. ഫസ്റ്റ് മാച്ച് കളിക്കുന്ന പൊളി കളിയായിരുന്നു. കാരണം ശരിക്കും ഒരു ഡിസേർവിംഗ് ആയിട്ടുള്ള ഓൾമോസ്റ്റ് ഒരു 3 വിക്കറ്റ് കിട്ടേണ്ടതാണ്, അതിൽ ഒരു വിക്കറ്റ് മാത്രമാണ് ലാസ്റ്റ് സക്സസ്ഫുൾ ആയത്. പക്ഷെ ഒരു ഋഷഭ് പന്ത് ഡ്രോപ്പ് ചെയ്തൊരു ക്യാച്ചും അതുപോലെ തന്നെ സ്വന്തമായിട്ട് CNB വരുന്നൊരു ക്യാച്ചും ഉണ്ടായിരുന്നു. അത് അത്ര ഈസി ആയിരുന്നില്ല, പക്ഷെ എന്നാലും അതും എടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ ആൾക്ക് ഇന്നൊരു 3 വിക്കറ്റ് ടോട്ടൽ കിട്ടിയേനെ. 4 ഓവറിൽ 36 റൺസ് കൊടുത്തിട്ടാണ് ആൾ ഇന്ന് 1 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്, അതും 9 എക്കണോമിയിൽ. ഇന്നത്തെ മാച്ചിൽ ശരിക്കും LSCയുടെ ഭാഗത്ത് ഏറ്റവും കുറവ് എക്കണോമിയിൽ
ബോൾ എറിഞ്ഞത് അർജുൻ ടെണ്ടുൽക്കറാണ്. അങ്ങനെ ശരിക്കും ഇന്ന് ജയിക്കോ ഇല്ലയോ എന്നുള്ള ഒരു 50% ചാൻസിലാണ് ശരിക്കും ഇന്ന് പഞ്ചാബ് ഇറങ്ങിയത്. പക്ഷേ അതായത് നമുക്ക് പറയുന്നല്ല കേട്ടോ, അതായത് പഞ്ചാബ് നല്ല കോൺഫിഡന്റ് ആയിട്ട് അവർ ഇറങ്ങിയിട്ടുണ്ടാവും, പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഫീൽ ആയിരുന്നു ഉണ്ടായിരുന്നത് ജയിക്കോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ എന്തായാലും ജയിച്ച് തന്നെ അവർ മുന്നോട്ട് പോവാണ്. ഇനി നാളത്തെ മാച്ചിൽ ബാക്കി കാര്യങ്ങൾ അറിയാൻ പറ്റും. എന്തായാലും ശ്രേയസ് അയ്യർ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്, ആള് ഒരു കിടിലൻ ക്യാപ്റ്റനുമാണ്, അതുപോലെ തന്നെ നല്ലൊരു ബാറ്റ്സ്മാനും കൂടിയാണ്. കളി ജയിപ്പിക്കാനും അറിയാം, നന്നായിട്ട് ചേസ് ചെയ്യാനും അറിയാം, കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ഇന്നിങ്സ് കളിക്കാനും അറിയാം എന്നുള്ളത്